നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണ ഗെയിം ഗസ് ദ ഫ്രൂട്ട് ചാലഞ്ച് ആട്ടോ. നമ്മൾ എഴുതണമെന്നില്ല, നമ്മുടെ മനസ്സിലൊരു ഫ്രൂട്ട് ഉണ്ടാവും, അത് തമ്മിൽ ഗസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്റെ ഫ്രൂട്ട് ഇതാട്ടോ. കളർ പച്ചയാണോ? അല്ല, പച്ചല്ല, പച്ച കളറിലും ഉണ്ട്. പച്ച പഴുക്കുമ്പോഴാണ് കളർ മാറുന്നത്. അത് നല്ല ലോങ് ആയിട്ടുള്ള ഫ്രൂട്ടാണോ? അതിന്റെ ഷേപ്പ് എങ്ങനെയാണോ? ഇങ്ങനത്തെ ഇങ്ങനെ ലോങ് ആണ്. ആണോ? ഇനി അതിന്റെ പുളിയുള്ള ഫ്രൂട്ടാണോ? സ്വീറ്റാ? അങ്ങനെ പ്രത്യേകിച്ച് എന്നാ വലിയ ഫ്രൂട്ട് നല്ല സ്വീറ്റ് അല്ലേന്നും എന്നാ പുളി അല്ലേന്നും അങ്ങനത്തെ ഒരു ഫ്രൂട്ട്. യെല്ലോ കളർ അല്ല പറഞ്ഞേ. അതിൻ്റെത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട് ഇതാണോ? പഴാണോ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്തൊക്കെ വേറെ ഫ്രൂട്ട് എല്ലാം കണ്ടു തിരിച്ചോളപ്പോ അത് എല്ലാ ഫ്രൂട്ടും അങ്ങനല്ല, സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ടാ. അത് ഓരോ സീസണല്ല അല്ല, പക്ഷെ ഡെപ്ലോഷൻ ഭയങ്കര വിലയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര വിലയാണ്. എപ്പോഴും നമ്മളെ ഇപ്പൊ സ്ട്രോബെറി, ബ്ലൂബെറി അത്ര വലിയ റേറ്റ് ഇല്ല, നല്ല വിലയാണ്, ഭയങ്കര വിലയാണ്. നമ്മൾ കഴിച്ചത് കൊറേ മുന്നേ. ഇപ്പൊ പക്ഷെ അത് ഇപ്പഴാണ് ഭയങ്കരമായിട്ട് അങ്ങനെ പോപ്പുലർ ആയത്. അതിന്റെ പേരൊക്കെ ഇപ്പൊ മാറിയത്. പണ്ട് നമ്മൾ കഴിക്കുമ്പോ അതിന്റെ പേരല്ലേ മാംഗോസ്റ്റീനല്ല. ഇപ്പൊ അടുത്തും നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ പൊട്ടാനായിട്ട് ഗെയിമും ജയിച്ചാനായിട്ടൊരു ഗെയിമും എന്റെ ഐഡിയ ആയിപ്പോയി. നമ്മൾ കഴിച്ചുകൂടാ, നമ്മൾ കഴിച്ചപ്പോ ഒരു പേരായിരുന്നു. ഇപ്പൊ അത് വലിയ അല്ല പറയും, പക്ഷെ ഇപ്പൊ അതിനെ ബഹിഷ്കരിച്ചിട്ടൊരു പേരാക്കി അതിനെ. പണ്ട് അങ്ങനെ അല്ലേന്ന് അത് പറഞ്ഞത്. പണ്ട് നമ്മള് സാധാരണ നോർമൽ. ഇപ്പൊ നമ്മള് പല യൂട്യൂബിൽ അതൊക്കെ കണ്ട് അതിപ്പോ അങ്ങനെ ഒരു പേരായി മാറി. പേരായി മാറില്ല, അതിന് പേര് അങ്ങനെയല്ല. പക്ഷെ നമ്മള് പണ്ട് അങ്ങനെ ഇതാണ്. റെഡ് കളറില്ല, അല്ല മഞ്ഞല്ല, അല്ല പച്ച കളറിലാണ്. പച്ച കളറില് മക്കൾക്ക് കുട്ടികൾക്ക് കൊടുത്തോണ്ട് നമ്മള് കൂടുതൽ നമ്മള് അതിന്റെ വീഡിയോസ് ഒക്കെ കാണല്. അവക്കാടോ പണ്ട് നമ്മള് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് കഴിച്ചിട്ടുണ്ട്. പണ്ട് നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മൾക്ക് ആൾക്കാരുണ്ട്, അപ്പൊ നമുക്ക് കൊണ്ടുവന്നു. ഞാൻ അവൾക്ക് ഈസി ആയിക്കോട്ടെ വെച്ചിട്ട് ബനാന അടിച്ചു. പക്ഷെ അതോട് ഫസ്റ്റ് മഞ്ഞ എന്ന് പറഞ്ഞ നീളമുണ്ട് പറഞ്ഞവന് മഞ്ഞ നീളത്തിൽ വേറെ ഫ്രൂട്ടൊന്നും ഇല്ലല്ലോ.